നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇൻഅഡ്മിസിബിൾ, സ്വീകരിക്കാൻ പറ്റില്ല. ബാഴ്സ നൽകിയ പരാതി യുവേഫ തള്ളിക്കളഞ്ഞിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ക്യാമ്പ് നൗവിൽ കളി നടന്നപ്പോൾ റഫറിയുടെ പ്രവർത്തനം അത്ര മികച്ചതായിരുന്നില്ല. റഫറി പല തീരുമാനങ്ങളും തെറ്റായാണ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബാഴ്സ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ആ ഹാൻഡ് ബോൾ സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അന്ന് യുവാൻ മുസ്സോ കൊടുത്ത ബോൾ അവിടെ കൈകൊണ്ട് തടഞ്ഞു വെച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടു. വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെതിരെയാണ് അന്ന് ആ ഒരു പരാതി ബാഴ്സ കൊടുത്തിരുന്നത്. ബാഴ്സ ഒഫീഷ്യലി അതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ യുവേഫ ആ മത്സരത്തിൻ്റെ രണ്ടാം ലെഗ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം കൊടുത്ത പരാതി തള്ളിയതായിട്ട് ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നു. തള്ളുന്നതിനെക്കുറിച്ച് അവർ പറയുന്നത് ഇൻഅഡ്മിസിബിൾ, ഈ പരാതി ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല, അസ്വീകാര്യമായ പരാതിയാണ്, സ്വീകരിക്കാൻ പറ്റാത്ത പരാതിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് പോകാം. യുവേഫയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറയുന്നത്, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരം കഴിഞ്ഞ വെനസ്ഡേ ഏപ്രിൽ 8 ബാഴ്സലോണ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ബാഴ്സലോണയിൽ വെച്ച് നടന്നിരുന്നു. അന്ന് ബാഴ്സലോണ ഒരു പ്രൊട്ടസ്റ്റ് റഫറിങ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പ്രൊട്ടസ്റ്റ്, ആ ഒരു കംപ്ലൈൻറ്റ് യുവേഫയുടെ കൺട്രോൾ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ബോഡി പരിഗണിച്ചു. അത് തള്ളിക്കളയുന്നതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. യുവേഫ കൺട്രോൾ എത്തിക്സ് ആൻഡ് ഡിസിപ്ലിനറി ബോഡി ഡിക്ലെയർഡ് ദി പ്രൊട്ടസ്റ്റ് ടു ബി ഇൻഅഡ്മിസിബിൾ. ഈ പ്രതിഷേധം, ഈ കംപ്ലൈൻറ്റ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ യുവേഫ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത്. ചുരുക്കത്തിൽ റഫറി എടുത്ത തീരുമാനങ്ങൾ ശരിയാണ്. അതിനെതിരെയുള്ള ബാഴ്സയുടെ ഈ പരാതി നിലനിൽക്കില്ല, അത് സ്വീകരിക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.